അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ വ്യാപാര പോരാട്ടം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മേഖലകളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ചൈനീസ് നിർമ്മിത ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള വാഷിംഗ്ടണിന്റെ നീക്കത്തിനെതിരെ ചൈന കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞ് തങ്ങളുടെ പ്രമുഖ സാങ്കേതിക കമ്പനികളെയും വികസന മുന്നേറ്റങ്ങളെയും തളയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ചൈന പരസ്യമായി ആരോപിച്ചു. ആഗോള സാങ്കേതിക വിപണിയിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഈ പുതിയ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ബീജിംഗിൽ നടന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ആണ് അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചത്. ദേശീയ സുരക്ഷ എന്ന സങ്കല്പത്തെ അമേരിക്ക അനാവശ്യമായി വ്യാപിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയുമാണെന്ന് ചൈന ഔദ്യോഗികമായി കുറ്റപ്പെടുത്തി. അമേരിക്ക തുടരുന്ന ഇത്തരം സംരക്ഷണവാദ നിലപാടുകൾ കൊണ്ട് അവരുടെ സാങ്കേതിക ശേഷിയോ ആഗോള മത്സരശേഷിയോ വർദ്ധിക്കാൻ പോകുന്നില്ലെന്ന് മാവോ നിങ് ചൂണ്ടിക്കാട്ടി. നേരെ മറിച്ച് ഈ നീക്കം അമേരിക്കൻ ബിസിനസ്സുകളെയും സാധാരണ ഉപഭോക്താക്കളെയും അന്താരാഷ്ട്ര വ്യാപാര ശൃംഖലയെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുമെന്നും അവർ താക്കീത് നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ മത്സരത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ റോബോട്ടിക്സ് മേഖലയിലും കാണാനാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക റോബോട്ടിക്സ്, അർദ്ധചാലകങ്ങൾ എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന പോരാട്ട ഭൂമിയായി മാറിയിരിക്കുന്നത്. ചൈനീസ് സാങ്കേതിക വിദ്യ രാജ്യത്തിനുള്ളിലേക്ക് കടന്നുവരുന്നത് വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭീതിയിലാണ് അമേരിക്ക ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ വിപണിയിൽ ചൈനീസ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ സ്വാധീനം ഉറപ്പിക്കുന്നത് തടയുകയാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ ന്യായമായ വ്യാപാര തത്വങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ചൈന വാദിക്കുന്നു. വിപണിയിലെ ആരോഗ്യകരമായ മത്സരത്തെ തടസ്സപ്പെടുത്താനും സ്വന്തം സാങ്കേതിക പിന്നോക്കാവസ്ഥ മറച്ചുവെക്കാനും വേണ്ടിയാണ് അമേരിക്ക സുരക്ഷാ ഭീഷണിയുടെ കഥകൾ മെനയുന്നതെന്നാണ് ബീജിംഗിന്റെ നിലപാട്. അടുത്തിടെ നിർമ്മിത ബുദ്ധിയിലും റോബോട്ടിക്സ് രംഗത്തും ചൈന വൻ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഉയർന്ന കാര്യക്ഷമതയുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിർമ്മിച്ച് ആഗോള വിപണി കീഴടക്കാൻ ചൈനീസ് കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ കമ്പനികൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്വന്തം രാജ്യത്തെ വ്യാവസായിക രംഗത്തെയും സാങ്കേതിക കമ്പനികളെയും സംരക്ഷിക്കാൻ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഈ നിരോധന നീക്കത്തിലൂടെ പുറത്തുവരുന്നത്. വിപണി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് പരിഹസിച്ചു. ഈ നീക്കം ആഗോള സപ്ലൈ ചെയിൻ ശൃംഖല തകരാൻ കാരണമാകുമെന്ന ഭീതിയും വ്യാപാര വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലും റോബോട്ടുകളും ഉപയോഗം വ്യാപകമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തടസ്സങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കും. അമേരിക്കൻ വിപണിയിൽ ചൈനീസ് സാങ്കേതിക വിദ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി വർദ്ധിപ്പിക്കാനേ സഹായിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം നയങ്ങൾ അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കും. വരും വർഷങ്ങളിൽ വൻ വളർച്ച പ്രതീക്ഷിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് അമേരിക്കയും ചൈനയും ഒരുപോലെ ശ്രമിക്കുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കും വീട്ടുജോലികൾക്കും ആരോഗ്യ മേഖലയ്ക്കും വരെ ഉപയോഗിക്കാവുന്ന ഈ റോബോട്ടുകൾ ഭാവി ലോകത്തിന്റെ പ്രധാന ചാലക ശക്തിയായി മാറും. ഈ സാങ്കേതിക വിപ്ലവത്തിൽ ചൈന മുന്നിലെത്തുന്നത് തങ്ങളുടെ സാമ്പത്തിക സൈനിക മേധാവിത്വത്തിന് ഭീഷണിയാകുമെന്ന് വാഷിംഗ്ടൺ ഭയപ്പെടുന്നു. തൽഫലമായാണ് സുരക്ഷാ കാരണം ഉന്നയിച്ച് ചൈനീസ് കമ്പനികൾക്ക് ഉപരോധങ്ങളും വിലക്കുകളും ഏർപ്പെടുത്താൻ അമേരിക്ക മുതിരുന്നത്. മുൻപ് ചൈനീസ് ടെലികോം ഭീമനായ ഹുവാവേയ്ക്കും സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്കിനും നേരെ അമേരിക്ക സ്വീകരിച്ച അതേ നയം തന്നെയാണ് ഇപ്പോൾ റോബോട്ടിക്സ് രംഗത്തും പ്രയോഗിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ ടെക് കോൾഡ് വാർ അഥവാ സാങ്കേതിക ശീതയുദ്ധം കൂടുതൽ കടുപ്പിക്കും. ചൈനീസ് കമ്പനികളുടെ നിയമപരമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ബീജിംഗ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മാവോ നിങ് തന്റെ വാർത്താ സമ്മേളനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ലോക വ്യാപാര സംഘടന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളെ സമീപിക്കാനുള്ള സാധ്യതയും ചൈന തള്ളിക്കളയുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക തർക്കം രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ തന്നെ സാങ്കേതിക വിദ്യയുടെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. ഗവേഷണ രംഗത്തെ സഹകരണങ്ങൾ നിലയ്ക്കുന്നതും വിവരങ്ങളുടെ കൈമാറ്റം തടസ്സപ്പെടുന്നതും ശാസ്ത്രലോകത്തിന് വലിയ തിരിച്ചടിയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ സംരക്ഷണവാദ നിലപാടുകൾ സ്വന്തം രാജ്യത്തെ റോബോട്ടിക്സ് നിർമ്മാതാക്കൾക്ക് താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അവരുടെ മത്സരശേഷിയെ ദുർബലപ്പെടുത്തുമെന്ന് സാമ്പത്തിക നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വിപണി അന്തരീക്ഷം ഉറപ്പാക്കാൻ
നടപ്പാക്കാൻ അമേരിക്ക തയ്യാറാകണമെന്നാണ് ചൈനയുടെ പ്രധാന ആവശ്യം. രാഷ്ട്രീയം കലർത്താതെ സാങ്കേതിക വിദ്യയെയും വ്യാപാരത്തെയും കാണാൻ വാഷിംഗ്ടൺ പഠിക്കണമെന്ന് ചൈന ഓർമ്മിപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധിയും ആധുനിക യന്ത്രമനുഷ്യരും ലോകത്തെ മാറ്റിയെഴുതുന്ന ഈ നിർണായക ഘട്ടത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള പോര് ഈ രംഗത്തെ പുരോഗതിക്ക് കരിനിഴൽ വീഴ്ത്തുകയാണ്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അന്താരാഷ്ട്ര സാങ്കേതിക വിപണിയുടെ ഭാവി രൂപപ്പെടുന്നത്. ചൈനീസ് റോബോട്ടുകൾക്ക് മേലുള്ള ഈ നിയന്ത്രണ നീക്കം ആഗോള സാങ്കേതിക യുദ്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പരസ്പര വിദ്വേഷവും ഉപരോധങ്ങളും മാറ്റിവെച്ച് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സാങ്കേതിക ലോകം രണ്ട് ധ്രുവങ്ങളായി പിളരുമെന്നതിൽ സംശയമില്ല.